വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണം കേരളത്തിന് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട ലോജിസ്റ്റിക്സ് വ്യവസായ പാർക്കുകൾക്ക് പാട്ടത്തിന് ഭൂമി നൽകുന്നു. ഇതിലൂടെ കണ്ടെയ്നർ ലോജിസ്റ്റിക്സ് വ്യവസായ മേഖലകൾ ശക്തിപ്പെടുകയും കയറ്റുമതി ഇറക്കുമതി സാധ്യമാവുന്നതോടെ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. വ്യവസായ വികസനത്തിലൂടെ 10,000 പേർക്ക് നേരിട്ടും പരോക്ഷ തൊഴിൽ ഇതിന്റെ 10 മടങ്ങുമാണ്. നിലവിൽ ലോജിസ്റ്റിക്സ് വ്യവസായ പാർക്കുകൾക്ക് 710 കോടി ചെലവിൽ 230 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. 100-ലേറെ കമ്പനികളും സംരംഭകരും നിക്ഷേപ സന്നദ്ധത അറിയിച്ചു. തുറമുഖാധിഷ്ഠിത വ്യവസായ സംരംഭങ്ങൾക്കായി തമിഴ്നാട് ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അതേസമയം ലോജിസ്റ്റിക്സ് കമ്പനികൾക്കാണ് മുൻഗണനയോടെ ഭൂമി അനുവദിക്കുക. അടുത്ത മുൻഗണനാ വ്യവസായ പാർക്കുകൾക്കും ലോകത്തെ 100 തുറമുഖങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് സർവീസ് നടത്തുന്നതിനാൽ ലോക വിപണി ഇവിടത്തെ വ്യവസായങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ചൈനയിൽ നിന്നടക്കം അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് ഉൽപാദനത്തിനും അസംബ്ലിംഗിനും അതിലൂടെ കയറ്റുമതിയും നടക്കും. വ്യവസായ പാർക്കുകളിൽ യുവാക്കൾക്ക് മികച്ച ശമ്പളത്തോടെ അവസരം നൽകും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെയും സമുദ്ര വിഭവ വ്യവസായത്തിലൂടെയും സാമ്പത്തിക വളർച്ചയുണ്ടാകും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കേന്ദ്ര വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ എന്നിവയ്ക്കാണ് ആദ്യമായി ഭൂമി അനുവദിക്കുന്നത്. 2000 കോടിയുടെ വികസന പദ്ധതികളാണ് ഇവരുടേത്. കണ്ടെയ്നർ കോർപ്പറേഷൻ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കും കണ്ടെയ്നർ സ്റ്റേഷനും സ്ഥാപിക്കും. കേന്ദ്ര വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ വെയർ ഹൌസ് ലോജിസ്റ്റിക്സ് കോംപ്ലക്സും സ്ഥാപിക്കും. അതേസമയം 2 പാർക്കുകളും തുറമുഖത്ത് നിന്നുള്ള ചരക്കു നീക്കത്തിന് അനിവാര്യമാണ്. റെയിൽ പാതയോട് ചേർന്നുള്ള 50 ഏക്കർ ഭൂമിയാണ് വെയർ ഹൌസിംഗ് കോർപ്പറേഷനും കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് സൗകര്യമൊരുക്കാൻ IOCക്ക് 20 ഏക്കർ ഭൂമിയും നൽകും. ലോജിസ്റ്റിക്സ് വ്യവസായ പാർക്കുകൾക്കായി ശരാശരി 10 ഏക്കർ ഭൂമി വീതം നൽകണം. പാട്ടക്കാലാവധി തുറമുഖ കമ്പനിക്ക് തീരുമാനിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ 99 വർഷത്തെ പാട്ടമുണ്ട്. കിൻഫ്ര നേരത്തെ 30 വർഷമാക്കിയിരുന്നു. അടുത്തിടെ ഇൻവെസ്റ്റ് കേരളയിൽ കിൻഫ്ര 60 വർഷ പാട്ടം പ്രഖ്യാപിച്ചു. തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഉയർന്ന പാട്ടക്കാലാവധി നൽകേണ്ടി വരും. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന കുതിപ്പിൽ നിർണായകമായൊരു ചുവടുവയ്പ് നടത്തിയിരുന്നു. ലോകസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്രൂസ് വില്ലേജ് നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനായി തുറമുഖത്തോടനുബന്ധിച്ച് 20 ഏക്കർ ഭൂമി കൂടി അനുവദിക്കണമെന്ന് അദാനി പോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം ആഗോള ക്രൂയിസ് ടൂറിസം ഭൂപടത്തിൽ പ്രധാന ഇടം നേടും. വിദേശ വിനോദസഞ്ചാരികൾക്ക് എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഇമിഗ്രേഷൻ, കസ്റ്റംസ് സംവിധാനങ്ങൾ, വിശ്രമമുറികൾ, വലിയ ഷോപ്പിംഗ് മാളുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഈ ക്രൂസ് വില്ലേജിന്റെ ഭാഗമായി ഉണ്ടാകും. വലിയ ആഡംബര കപ്പലുകൾ വിഴിഞ്ഞത്തടുക്കുമ്പോൾ ആയിരക്കണക്കിന് വിദേശികളാണ് ഒരേ സമയം നഗരത്തിലെത്തുക. ഇത് കോവളം, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങൾക്കും പ്രാദേശിക കച്ചവടക്കാർക്കും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. കൂടാതെ ക്രൂയിസ് യാത്രക്കാർക്കായി വിമാനത്താവളം വഴിയുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എയർ ഇന്ത്യയും ലുഫ്താൻസയും അടക്കമുള്ള പ്രമുഖ കമ്പനികളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനത്തിനായി 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നിലവിൽ നടക്കുന്നത്. ഈ വർഷം ജനുവരിയിൽ മാത്രം 1,00,000-ലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത റെക്കോർഡ് നേട്ടം വിഴിഞ്ഞം കൈവരിച്ചിരുന്നു. കൊളംബോയ്ക്കും സിംഗപ്പൂരിനും വെല്ലുവിളിയായി വളരുകയാണിപ്പോൾ വിഴിഞ്ഞം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന് അടുത്തിടെ വിഴിഞ്ഞത്തെത്തിയത് തുറമുഖത്തിന്റെ കരുത്ത് വിളിച്ചോതിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.